ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് പ്ലാസ്റ്റിക് ബോട്ടിലിൻ്റെ അടപ്പ് കൊണ്ടുള്ള 5 തരം എയർ ആക്സസറീസ് ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ്. ബോട്ടിലിൻ്റെ അടപ്പ് എടുത്തിട്ട് ഇങ്ങനെ ചുറ്റി കൊടുക്കുക, സൂചി ഉപയോഗിച്ച് തുന്നി കൊടുക്കുക. അതിൻ്റെ ഇരട്ടി അളവിലാണ് പിന്നീടുള്ള തുണി എടുക്കേണ്ടത്. അതുപോലെ ഒരു കാർഡ്ബോർഡ് കഷ്ണം എടുക്കുക, അതിനെങ്ങനെ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇതിനെയും തുന്നി കൊടുക്കണം. ഗ്ലൂ ഗണ്ണുണ്ടെങ്കിൽ പശ ഉപയോഗിച്ച് ഒട്ടിക്കുക. പിന്നീട് മുമ്പ് ചെയ്തു വെച്ച അടപ്പ് ഇതിലോട്ട് ഫിക്സ് ചെയ്യാണ് വേണ്ടത്. പശ തേച്ചിട്ട് അതിന് ചുറ്റും പേള് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് റിബൺ വെക്കാം, പലതും വെക്കാം, ലേസ് വെക്കാം. എട്ട് ഇഞ്ചിലുള്ള എലാസ്റ്റിക്, റൗണ്ട് ഷേപ്പ് എലാസ്റ്റിക്കാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അതിനെ ഉള്ളിലോട്ട് കടത്തി വിടണം. അത് ജോയിൻറ്റ് ചെയ്യുക. മെഷീനിലാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് ആ ക്യാപ്പ് ഇതിലോട്ട് ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഒരു ബലം കിട്ടാൻ വേണ്ടിയിട്ട് അവസാനം ഒരു ഫോം ഷീറ്റും കൂടി വെച്ചിട്ടുണ്ട്. അടുത്ത ഐറ്റം നീളത്തിലുള്ളൊരു തുണി എടുത്തിട്ടുണ്ട്. 42 ഇഞ്ചാണ് വരുന്നത്. അതിനെ മടക്കി വെച്ചിട്ട് അതിന് വേണ്ടിയുള്ള എലാസ്റ്റിക്കും എടുത്തിട്ടുണ്ട്. ആ എലാസ്റ്റിക്കിൻ്റെ അടയാളത്തിൽ അതേ വീതിയിൽ തന്നെ അടിച്ചെടുക്കണം. എലാസ്റ്റിക് വരുന്നത് 15 ഇഞ്ചാണ്. എത്ര കൂടുതൽ തുണിയെടുത്തോ അത്രയും ഞൊറിവ് ഇങ്ങനെ വന്നോളൂ, ഇതുപോലെ ഉണ്ടാകും. എന്നിട്ട് ഇത് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കുക. ജോയിൻറ്റ് ചെയ്യുമ്പോൾ ഒരു ഭാഗം വിട്ടിട്ട് വേണം ജോയിൻറ്റ് ചെയ്യാൻ. അതിൻ്റെ തുമ്പ് ഭാഗം ഉള്ളിലോട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. ഒരു ഭാഗം വിട്ടിട്ട് ജോയിൻറ്റ് ചെയ്തിട്ട് പിന്നെ ആ ഭാഗം ഇങ്ങോട്ട് മടക്കി ഉള്ളിലോട്ടാക്കിയിട്ട് തുന്നിക്കൊടുക്കുക. അല്ലെങ്കിൽ ഗ്ലൂ ഗണ്ണ് ഉപയോഗിച്ച് ഒട്ടിക്കുക, എന്തെങ്കിലും ചെയ്യാം. ശേഷം ഗ്ലൂ ഗണ്ണായിട്ട് തന്നെ ഒരു ക്യാപ്പും കൂടി നമ്മളിവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കുക. അടുത്തതൊരു ഹെയർ ബോ ആണ്. അതിനു വേണ്ടി അതേ അളവിലുള്ള തുണിയാണ് എടുക്കേണ്ടത്. ഇതിനെ ചുറ്റാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ തയ്ച്ചെടുത്തിട്ടുണ്ട്. വീഡിയോയിൽ കാണുന്ന പോലെ ഒരു സൈഡ് കട്ട് ചെയ്ത് കൊടുക്കണം. ആ ഭാഗത്താണ് നമ്മൾ ആ ക്യാപ്പ് വെക്കാൻ പോകുന്നത്. ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അപ്പോൾ എൻഡ് ഭാഗം നല്ല വൃത്തിയിലുണ്ടാകും. ഇങ്ങനെ ചെയ്താൽ ജോയിൻ്റുള്ള ഭാഗം തുന്നി കൊടുക്കുക. എന്നിട്ട് അവിടെയാണ് ക്യാപ്പ് വെക്കാനുള്ളത്. അതുകൊണ്ട് അവിടെ തുന്നിയാലും വൃത്തിയോടെ അറിയില്ല. ഇതുപോലെ ആ ജോയിൻറ്റ് ചെയ്ത ഭാഗത്ത് ഒരു സൈഡിലേക്ക് ആയിട്ടാണ് വെക്കുന്നത്. നേരെ സെൻറ്ററിലല്ല, സൈഡിലാണ്. പിന്നെ ഒരു അലിഗേറ്റർ ക്ലിപ്പും ഉണ്ടാക്കിയിട്ടുണ്ട്. അതും സെയിം മെത്തേഡ് തന്നെയാണ്. പിന്നീട് ഒരു ചാർട്ട് പേപ്പർ എടുത്തിട്ടുണ്ട്, കാർഡ്ബോർഡ് പീസ് എടുത്തിട്ടുണ്ട്. ഒരു തുണി ചുറ്റി കൊടുക്കുക. സൈഡ് ഭാഗം നല്ല രീതിയിൽ കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ തുണി ചുറ്റി കൊടുക്കുന്നത്. പിന്നെ പ്ലാസ്റ്റിക്കിൻ്റെ മൂടി അതിൽ ഫിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിനൊക്കെ ഗ്ലൂ ഗണ്ണ് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇതുപോലെ ജൂട്ടിൻ്റെ നൂലെടുത്തിട്ടുണ്ട്. ആ നൂല് കൊണ്ട് ഇതിനെ ചുറ്റി കൊടുക്കുക. ഫുള്ളായിട്ട് ചുറ്റി അവസാനം ഒന്ന് പശ തേച്ചൊന്ന് ഒട്ടിക്കുക. ഇതിന് ഡെക്കറേഷന് വേണ്ടി ഒരു സാറ്റിനിലെ ലേസ് എടുത്തിട്ടുണ്ട്. ആ റിബണ് ഒന്ന് കെട്ടിക്കൊടുക്കുക. സെൻറ്ററിലൊരു ചെറിയൊരു പൂവും വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ സെൻറ്റർ ക്ലിപ്പുമൊക്കെയാണ് യോജിപ്പിക്കുന്നത്. ഇതുപോലെ ഒരു മിനി സെൻറ്റർ ക്ലിപ്പ് എടുത്തിട്ടുണ്ട്.
ഗ്ലൂ ഗണ്ണ് ഉപയോഗിച്ച് ഒട്ടിക്കുക. അതിനും ഒരു സ്ട്രോങ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പേപ്പർ വെക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.